നാളെ പേറുക്കാമമ്പിളിയെ നാക്കിൽ വിളമ്പാഞ്ഞാവലിനെ നാലുപുഴ പോലെ മുടി വരുമ്പോൾ ആ സൂര്യനെ എന്ന് ചൂടിത്തരാ. വെറ്റില തുമ്പത്ത് കുയിലുരുന്ന് കോവി വരയ്ക്കുന്നു വാളപൂരികം ചുണ്ടത്തെ കടലിൽ നീട്ടിളക്കം നാളെ ഉറങ്ങി ചിരിക്കരുതേ. വാർമഴവില്ലിൽ മാങ്ങ പഴുക്കുമ്പോൾ മൈനകൾ പച്ചരി ചേറാൻ വരും കഞ്ഞിക്കറി കറി കുമ്പളക്കാച്ചില് വേവും മനമായൂറി വരും. ഇക്കിളിക്കാറ്റുകൾ അപ്പന്റെ തോളത്ത് 5-8 മാസം തുള്ളി വരും. തുമ്പയും ചോറും കറി കാന്താരി കഞ്ഞിയും തുമ്പികൾ കെട്ടിയ ഊഞ്ഞൽ തരും. കേരള സാഹിത്യ ലോകത്ത് കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5-8 വർഷത്തോളമായി. അതിനു മുന്നേ ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് ദളിത് സമൂഹം. ഒരുപക്ഷെ ആദിവാസികൾക്കിടയിലുള്ള ചൂഷണം കുറച്ചെങ്കിലും ശമിച്ചെങ്കിലും ഇപ്പോഴും ചൂഷണം ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദളിത് വിഭാഗത്തില്ല. ഇപ്പോഴും അനുഭവിക്കുന്നത് ആദിവാസിക്കാരും ഏറ്റവും കൂടുതൽ കഷ്ടതയിൽ ജീവിക്കുന്നവരാണ് ദളിത് സമൂഹം. ഞാൻ നേരിട്ട് കണ്ടിട്ടുമുണ്ട്, അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞ കേട്ടറിവൊക്കെ ഉണ്ട്. ആ സമയത്ത് പോലും അവർ മലയാള സാഹിത്യത്തിനോട് അവരുടെ ജീവിതത്തെയും അവരനുഭവിച്ച പ്രശ്നങ്ങളെയെല്ലാം ഉടലെടുത്ത് വെച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിൽ പൊന്തിക്കൊണ്ടിരുന്നു. ആ സമയത്തൊന്നും ആദിവാസി സാഹിത്യം കേരളത്തിൽ ഓടിയിട്ടുമില്ല, ഓടാനൊട്ടും കഴിഞ്ഞതുമില്ല, ആരോട്ടും അന്വേഷിച്ചത് വന്നതുമില്ല. പക്ഷേ വയനാട്ടിലേക്ക് കുടിയേറി വന്ന അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ആ വനപ്രദേശം അല്ലെങ്കിൽ അവരുടെ കൃഷിയിടങ്ങളിലേക്ക് കുടിയേറി വന്ന തിന്നാനും കുടിക്കാനും അല്ലെങ്കിൽ അണിയാനും ജീവിക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥ വന്ന സമയത്ത് രക്ഷപ്പെടുവാൻ വേണ്ടിയവർ മറ്റുള്ള ജില്ലകളിലേക്കൊക്കെ വന്ന് കൃഷി ചെയ്യുന്നത്. അവിടെ വന്ന ആദിവാസികളെ അവരുടെ പണിക്കാരായി മാറ്റുകയും അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ഇന്നും അത്രയും വലിയ കുറവൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ ജാതീയത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് മാറ്റമൊന്നും സംഭവിച്ചില്ല. ആ ഒരു ഗ്രാമത്തിൽ വസിക്കുന്ന ഒരു 10-60ഓളം കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു 10,000 കണക്കിന് ജനങ്ങളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആകെയുള്ള ഒരേ ഒരു എഴുത്തുകാരൻ പുറത്തേക്ക് വന്ന് സംസാരിക്കുന്ന ഞാൻ മാത്രമുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ സമുദായത്തിൽ ഞാൻ റാവുള സമുദായമാണ്. റാവുള സമുദായം, എൻ്റെ സമുദായത്തിന് ഞാൻ റാവുള എന്ന് പറയുന്നു, എൻ്റെ ജാതിയെ ഞാൻ റാവുള എന്ന് പറയുന്നു, എൻ്റെ ഭാഷയെ ഞാൻ റാവുള എന്ന് പറയുന്നു. ഞങ്ങൾക്ക് പ്രത്യേക തരമായിട്ടുള്ള ഹിന്ദുവോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു വേറെ തരത്തിലുള്ള ഒരു ജാതിയോ മതമോ നമുക്ക് ഇല്ലായിരുന്നു. ഈ മതവും ജാതിയും ഒക്കെ എനിക്ക് ലഭിച്ചത് സ്കൂളിൽ നിന്നാണ്. കാര്യം ഞാൻ ദൈവങ്ങളെ കണ്ടിട്ടില്ല. കൺമഷിയിട്ടും സ്വർണ്ണ മാലയും അണിഞ്ഞ അല്ലെങ്കിൽ ലിഫ്റ്റ് കിട്ട ദൈവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. മേക്കപ്പെട്ട ദൈവങ്ങളുടെ ചിത്രങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങള് മേക്കപ്പെടാത്ത അല്ലെങ്കിൽ കണ്ണില്ലാത്ത, കണ്ണു വരയ്ക്കാത്ത, പലതര ഷേപ്പുള്ള ഈ വെള്ളങ്ങൾ അല്ലെങ്കിൽ മലവെള്ളം ഒഴുകി വെള്ളം പാറകൾ അരഞ്ഞ് തീർന്നിട്ട് വിവിധ തരത്തിലുള്ള കല്ലുകളെ എടുത്ത് ഞങ്ങൾ അത് ദൈവമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വംശമായിട്ട് ഞങ്ങൾ സങ്കല്പിച്ച് പൂജിച്ചു പോന്നിരുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷെ ഓരോ ഉത്സവങ്ങളും വരുമ്പോഴും അവിടെ പലതരത്തിലുള്ള ചിത്രത്തിൽ വെച്ച മേക്കപ്പെട്ട ആൾക്കാരാണ്. അവിടെ ആരുമില്ല. അത്തരത്തിലുള്ള ഫോട്ടോകളെ ആദിവാസികൾക്കും അല്ലാത്ത വാസികൾക്കെല്ലാം കൊടുത്ത് അവസാനം അതിൽ
അവസാനം എല്ലാ വീട്ടിലും തൂക്കി വെച്ചിട്ട് അവർ പറയും ഈ വീടിൻ്റെ ഐശ്വര്യം ഇന്നാളാണ്. അങ്ങനെ എല്ലാവരും വീടിൻ്റെ മുന്നിൽ ബോർഡൊക്കെ തൂക്കി വെച്ചു. ആദിവാസി സമുദായങ്ങളുടെ വീട്ടിൽ അത്തരത്തിലൊരു സംവിധാനം ഇല്ലായിരുന്നു. ഇത് പല ആൾക്കാരും പറഞ്ഞ് ഇവരും തൂക്കാൻ തുടങ്ങി. ഞാൻ പല വീടുകളിലും പോകുമ്പോൾ ഞാൻ ഇത് പൊളിച്ച് കളയാൻ തുടങ്ങി. അങ്ങനെ ഇത് മാറ്റി ഇതാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, നമുക്ക് ഇത്തരത്തിലുള്ള ദൈവമില്ല. അവരുടെ ആ ദൈവങ്ങളുടെ കയ്യിലൊക്കെ പലതരത്തിലുള്ള കൊടുവാളും എന്തൊക്കെയോ സാധനമൊക്കെ ഉണ്ട്. നമ്മുടെ ദൈവങ്ങളുടെ ചിത്രം, നമുക്ക് ദൈവചിത്രമില്ല, ഒന്നുമില്ല, കല്ല് മാത്രം കാണുള്ളൂ. ആ കല്ലിനെ പോയി നമ്മൾ ഇടിച്ചാൽ നമുക്ക് വേദനിക്കല്ലാണ്ട് ആ കല്ല് തിരിച്ച് നമ്മളെ ആക്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. നമുക്കും കുറച്ച് മുഖമുള്ള ദൈവങ്ങളൊക്കെ വരച്ച് അതിലേക്ക് അമ്പു വില്ലിന് പകരം നല്ല വെട്ടിയിട്ട ചേർന്ന തോക്കൊക്കെ പിടിപ്പിച്ച് ദൈവങ്ങളെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രസമാകുമെന്ന ഒരു ചിന്ത ഞങ്ങൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയൊരു ദൈവത്തെ ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹത്തിൻ്റെ ആയുധം, വെടിയുണ്ട, പീരാങ്കി, മറ്റുള്ള സകല സാധനങ്ങൾ അതല്ല. അങ്ങനെയുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്താണ് ഈ തെലുങ്ക് സാഹിത്യം മലയാളത്തെ പിടിച്ചുലച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളും അവിടെ പുറത്തേക്ക് ചാടി വരാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഒത്തിരി കവിതകളും കഥകളും എല്ലാം എഴുതി കൂട്ടാൻ തുടങ്ങി. അത് നമുക്ക് കിട്ടിയ ഒരു ഒരു വിദ്യാഭ്യാസമാണ്. എന്തോ ഭാഗത്തിന് അത്രയും പഠിക്കാൻ അമ്മയുടെ തല്ല് കൊണ്ടിട്ട് നിങ്ങളെ ഇന്ന് തല്ലൊക്കെ തല്ലിയ ചെറുപ്പോ കേസാവും. എന്നെ മാങ്ങ മരത്തിൽ കെട്ടിയിട്ടിട്ട് 2 കൈയും 2 കാലും എന്നെ മാവിന്റെ മരത്തിൽ കെട്ടിയിട്ട് എന്റെ ഷർട്ട് ഊരി വെച്ചിട്ട് അടുക്കളയിൽ വിളമ്പുന്ന തവിയെ എടുത്തിട്ട് വന്ന ആ തവിയുടെ ചിരട്ട ഊരി വലിച്ചറിഞ്ഞ് ആ വടി കൊണ്ട് എന്നെ തല്ലിയ സ്കൂളിൽ പറഞ്ഞിട്ടാണ്. അങ്ങനെ പഠിച്ചത് കൊണ്ട്, മലയാളം പഠിച്ചത് കൊണ്ട് കുറച്ചെങ്കിലും എഴുതാൻ സാധിച്ചു. ആ എഴുതാൻ സാധിച്ചത് നമ്മൾ ഇത്തരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് എഴുതിയത്. അങ്ങനെ എഴുതി വന്നതോടെ മലയാളം ഈ തെലുങ്ക് സാഹിത്യത്തിനൊപ്പം തന്നെ ആദിവാസി എഴുത്തുകാർ അവരുടെ വാമൊഴി സാഹിത്യ ലോകത്തിൽ നിന്ന് ആ വാമൊഴി അവരനുഭവിച്ചിട്ടുണ്ട്. ഹൃദയത്തിലുള്ള ആ പാട്ടും സന്തോഷവും സമാധാനവും എല്ലാം ഇവരും കവിതകളിലൂടെ കൊണ്ടുവരാൻ തുടങ്ങി. ആ കൊണ്ടുവരവിലൂടെയാണ് സുകുമാരൻ ചാലികൻ എന്ന ആളും അശോകൻ മറയൂരും, തന്നെ വെങ്ങിച്ചേരി, ശിവലിംഗൻ, ആർക്കേട്ടപ്പാടി, മണികണ്ഠൻ, ശാന്തിപനകൻ, ബിന്ദുരുള്ള, അജയ് മടൂർ, അങ്ങനെ കേരളത്തില് ഒരു 40-45 കവികളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ ആ കണ്ടെത്തലിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കേരള ചരിത്രത്തിൽ ആദ്യമായി, കാര്യം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും പുതുതായിട്ട് ചെയ്യുന്നത് അത് ചരിത്രമാവണമെന്നൊരാശയുണ്ട്. വേറെ ആരും ചെയ്തിട്ടില്ല. പക്ഷെ ആദിവാസികളെ കുറിച്ച് എഴുതിയതെല്ലാം പുറത്തുള്ള ആൾക്കാരാണ്. അവരുടെ കാഴ്ചകൾ അവർ കണ്ടും തൊട്ടും നോക്കിയിട്ടുള്ള ഒരു എഴുത്താണ്. പക്ഷെ ഒറിജിനാലിറ്റി വരണമെങ്കിൽ ഞങ്ങൾ തന്നെ എഴുതുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ കേരള ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡുള്ള ഒരു എഴുത്തുകാരൻ, സുരേഷ്, മാവില സമുദായത്തിലുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഞാൻ കൂടി ചേർന്ന് കേരളത്തിൽ ഏകദേശം കവികളെ സംഘടിപ്പിച്ച് പുതിയൊരു ചരിത്ര പുസ്തകം ഇറക്കുകൊണ്ടായി. അതാണ് ഗോത്ര കവിതകൾ എന്ന പുസ്തകം. അത് അത്രയും പഠനത്തിന് വിധേയമാകുകയും എല്ലാവരും ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാകുകയും ചെയ്തതോടെ മലയാള സാഹിത്യത്തിൽ തെലുങ്ക് സാഹിത്യത്തിന് ഒപ്പവും മലയാള സാഹിത്യത്തിനൊപ്പവും ഗോത്ര സാഹിത്യം വളർന്ന് പന്തലിക്കാൻ തുടങ്ങി. അത് ഒരു വേറൊരു ലോകമായി മാറുകയാണ്. കാരണം നമ്മൾ ഇത്ര നാളും മലയാള സാഹിത്യം പഠിച്ചുകൊണ്ടിരുന്നത്, ഞാനും പഠിച്ചിട്ടുണ്ട്, എൻ്റെ ആൾക്കാർ ഈ സാഹിത്യ ലോകത്തേക്ക് അല്ലെങ്കിൽ ഒരു എഴുത്ത് പോലും അവർ വായിച്ചിട്ടില്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. പക്ഷെ അവരെഴുതുന്ന അവർ മനപ്പാഠമാക്കി അല്ലെ വാമൊഴിയിൽ എഴുതിയ പല വാക്കുകളും നമ്മൾ ഇന്ന് കേട്ടിയാൽ നമ്മുടെ ആശാൻ പോലും മാറി നിൽക്കുമെന്നാണ് നമ്മുടെ ആൾക്കാർ പറഞ്ഞത്. അത്തരത്തിലുള്ള സാഹിത്യം അവരുടെ പേരുണ്ട്. അപ്പോൾ ഗോത്ര സാഹിത്യവും കേരളത്തിൽ വളർന്ന് പന്തലിക്കാൻ തുടങ്ങി. എന്നെ പോലുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ കവിതകളെ മറ്റു രാജ്യങ്ങളിലേക്കും മറ്റു ഭാഷകളിലേക്കും എല്ലാം മലയാളത്തിലും ഹിന്ദിയിലും നമ്മുടെ ഇന്ത്യൻ ഭാഷകളിലും എല്ലാം മാറ്റി മാറ്റുവാൻ സാധിച്ചു. അങ്ങനെയാണ് അശോകൻ മറയുടെ പുതിയ
ആദ്യത്തെ ഒരു പുസ്തകം വരുന്നത് പച്ചകൾ. ഇടുക്കിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട MP മാഷിന്റെ നാട്ടിലുള്ള അശോകൻ പൻ, അവൻ കേരള സാഹിത്യ അക്കാദമി കനകശ്രീ പുരസ്കാരം ലഭിക്കുകയുണ്ട്. പിന്നീട് അങ്ങനെ മാറി മാറി വന്നപ്പോൾ എന്താക്കി, നമ്മുടെ ആദിവാസി എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ഓരോന്നങ്ങനെ വരാൻ തോന്നി. പുതിയൊരു ലോകം, പുതിയൊരു കാഴ്ച. നമ്മൾ ഇന്ന് അന്ന് വായിച്ച കവിതകളെയും കഥകളൊക്കെ ആയി വേറെ വേറെ മാറി ഒരു ലോകം. അങ്ങനെ ആദിവാസികളുടെ തനത് സാഹിത്യം വളരെ പന്തലിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഏകദേശം വിജയിച്ചു എന്ന നമുക്ക് പിന്നെ ഒരു തോന്നലുണ്ട്. കാരണം നിങ്ങൾ എല്ലാവരും ഞങ്ങളെ മാറ്റി വിട്ടാണ്. എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സുഖു, പിന്നെ നിന്റെ സാഹിത്യം ഒന്നിനും കൊള്ളൂല, നീ എഴുതിയിട്ടും വലിയ കാര്യമില്ല. എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ വന്നിട്ട് പുറത്തുള്ളവരെന്നെ കളിയാക്കിയിട്ടുണ്ട്, എന്നെ വഴക്ക് പറഞ്ഞു, ഇത് എഴുതിയിട്ട് എന്ത് കാര്യമാണ്, നീയൊക്കെ സാഹിത്യകാരനാണോ, കവിയാണോ, അല്ല കഥാകാരനാണോ എന്നാൽ ഞാൻ പറഞ്ഞു. അവരുടെ അടുത്ത് പറഞ്ഞു, സുകുമാരൻ ചാലികത്ത അദ്ദേഹത്തിൻ്റെ ആദിവാസി കുടുംബം അല്ലെങ്കിൽ ആ 10,000 കണക്കിന് ആൾക്കാരുള്ള ആ ഒരു സമൂഹം മൊത്തം സാഹിത്യമാണ്. അവിടെ നിന്നാണ് സുകുമാരൻ ചാലികത വരുന്നത്. ആരുടെ അടുത്ത് പോയിട്ട് കവിതയോ കഥയോ പഠിക്കണം, ഇത് ലേഖനം എഴുതാൻ പഠിക്കണം എന്ന ശിക്ഷണത്തിൽ അവിടെ ശിഷ്യനായി പോയിട്ട് നിന്നിട്ടില്ല, നിൽക്കേണ്ടി വന്നില്ല. കാര്യം ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ച് സംസാരിക്കുന്നതും ഒന്നിച്ച് എഴുതുന്നതും ഒന്നിച്ച് പാടുന്നതുമെല്ലാം ഒന്നിച്ച് നടക്കുന്നതുമെല്ലാം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതുമെല്ലാം സാഹിത്യമാണ്. അവിടെ നിന്നാണ് ഞാനും വരുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നതാണ് ഞങ്ങളുടെ ഗോത്ര സാഹിത്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവിടെ മാറ്റിവിടുകയും ചെയ്തു. എന്നാൽ ഞാൻ ഒരു കവിത ചൊല്ലാം. ഇത് എൻ്റെ കവിതയല്ല, ഇത് വേറൊരു പിന്നെ മുള്ളംകുറുമ്പ് സമുദായത്തിലുള്ള ഒരു എഴുത്തുകാരൻ്റെ കവിതയാണ്, പൊളിറ്റിക്കൽ കവിതയാണ്. ആ കാര്യം നമുക്ക് മനസ്സിലാവും. ഒരു ആദിവാസിയെ ചെയ്യുന്ന ദ്രോഹം അദ്ദേഹം എഴുതി ചേർത്ത്. ആ കവിയുടെ പേരാണ് അജയൻ മടു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകൾ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് അദ്ദേഹം പണിയെടുത്ത് എഴുതിയ കവിതയാണ്. ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു മീൻ സഞ്ചിയും വെടിയുണ്ട പോലുള്ള 2 കുമ്പളപ്പൊട്ടിയും കല്ലാംപൊട്ടി. ആ കവിതയുടെ പേരാണ്. അമ്മമാര് കുളിക്കുന്ന കുളിക്കടവിലേക്കൊരു നിലാവ് കുളിക്കുവാൻ വന്ന നേരത്ത് കാട്ടിലകളും കാട്ടുപന്നിയും മാനും കടുവയും കുളിയനും കുയിലും ആനയും കുളിക്കടവ് മുറിച്ചു കടന്നു. അപ്പോൾ മൂകകൾ മൂടുന്ന വഴികളിലൂടെ കുമ്പളപ്പൊട്ടിനെയും കല്ലാംപൊട്ടിനെയും തേടി മുക്കടവ് കോളയിലെ മൂക്കനും ചാത്തനും ചേമ്പനും ചൂണ്ടലുമായി കാടുകൾ കാട്ടാത്ത കാവൽ കൂട്ടായി നടന്നു. ഒന്നിട്ടു ചാത്തൻ മുത്തി മൂത്താരൽ, 2 ചേമ്പൻ കൊത്തൊരു കരിക്കാരി കൂരി, 3 മൂക്കൻ തൊട്ടൊരു കൊയ്മ. 4 ആരാന്നറിയാമോ? ആ നാട്ടിലെ ഒരാളുടെ ഫോൺ കോൾ. അതെങ്ങോട്ട് പോയതെന്നറിയാമോ? കിണി 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 മോഹൻലാലിന്റെയും മമ്മൂട്ടിന്റെയും സിനിമയിലെ മനോഹരമായ പാട്ടിന്റെ താളങ്ങൾ കേട്ട് കേട്ട് കേട്ടിട്ടുള്ള ഒരാൾ ഫോൺ എടുത്തു. ഹലോ, പോലീസ് സ്റ്റേഷൻ. മറുവശത്ത് നിന്നും ഒരാൾ, ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ, ആരാണ്, പറയൂ, എന്താ കാര്യം എന്ന് പോലീസ്. പറയാം സാർ, 3 ആൾക്കാർ 3 സഞ്ചിയിൽ എന്തോ നിറച്ച് ഇന്ന വഴിക്കൂടെ നടന്നു വരുന്നുണ്ട്. എനിക്കെന്തോ പന്തികേട് തോന്നുന്നു സാർ. കള്ളന്മാരോ കൊള്ളക്കാരോ മറ്റോ ആണോ എന്ന് എനിക്കൊരു സംശയം. വേഗം വരൂ സാർ. ഷാർട്ട് ജീപ്പ്. പോലീസ് വണ്ടി ചീറി പാഞ്ഞു പോയപ്പോൾ വഴികൾ നിവർന്നു നിന്നു. എല്ലാവരും നിന്നു. മുൻപിൽ 3 പേർ നടന്നു വരുന്നു. 3 സഞ്ചിയും 6-7 ചൂണ്ടയും തോളിൽ കിടക്കുന്ന 3 പേരും. സഞ്ചി മുഴുവനുമായി അവർ പരിശോധിച്ചു. പനിയില്ല, ചുമയില്ല, കഞ്ചാവില്ല, MDMA ഇല്ല, ഉണ്ടയില്ല, മദ്യമില്ല, മയക്കുമരുന്നില്ല, തോട്ടയില്ല, 3 മുറുക്കാൻ പൊതി, 3 കത്തി, 3 ടോർച്ച്. അവരുടെ യുദ്ധത്തിനുള്ള ആയുധം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു.
എല്ലാവരെയും നന്നായി പരിശോധിച്ചു. പക്ഷേ അവരുടെ സഞ്ചിയിൽ ഒരു മഹായുദ്ധത്തിനുള്ള 1000 മീനുകളുണ്ടായിരുന്നു. അവർ കഴിച്ചിരുന്ന മീൻ. അവരതിനെ എണ്ണി നോക്കി. 2 കുമ്പള പൊട്ടി, 2 കല്ല് പൊട്ടി, 3 കണ്ണപ്പൻ, 4 കൊവ്വൻ, 5 കൂരിക്കാരി ജോഗി മീൻ, 6 നെറ്റിക്കണ്ണൻ, 8 കടുക്. ആ 3 പേരുടെ കണ്ണിലെ കാഴ്ചകൾ അവർക്ക് അന്ന് ആദ്യമായി കൊടുത്ത ഒരു ഉത്തരമാണ്: ആ രാത്രി, ആ രാത്രി, ആ രാത്രി. മനസ്സിലായോ? ഈ കവിത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാനിപ്പോ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തൊരു ചെറിയ കുട്ടി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കഥ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെന്താ സംഭവം പറയും. ഈ ഒരു കാലത്ത് ആദിവാസികളെ മുഴുവൻ മാവോയിസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോഴും ആദിവാസികൾ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാലോ പ്രവർത്തിച്ചു കഴിഞ്ഞാലോ മാവോയിസ്റ്റ് ആണ് പറയും, കള്ളന്മാരാണെന്ന് പറയും. ഞാൻ ഒരുപാട് കള്ളന ഇപ്പോഴും കള്ളനാണെന്ന് പറഞ്ഞ് എന്നെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ഇവർക്കൊക്കെ പണ്ടും പറഞ്ഞു ഇപ്പോഴും പറയുന്നു. അതേപോലെ തന്നെ ഇതിലും പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ 3 ആദിവാസികൾ രാത്രി വൈകുന്നേരം ചൂണ്ടയിടാൻ പോകും. അപ്പൊ 3 ചൂണ്ടയെടുത്ത് ഇവര് കാട്ടി അവിടെ പുഴയെ പോയിട്ട് ചൂണ്ടയിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് മീനൊക്കെ പിടിച്ച് നടന്നു വരുന്ന സമയത്ത് അടുത്തുള്ള ഒരു സദാചാര പോലീസ് ഒരു ചേട്ടൻ പോലീസുകാരെ വിളിച്ചു പറയും, ഇവര് വരുന്ന കാര്യം കയ്യിലൊരു സഞ്ചിയുണ്ട്, മീൻകൊട്ടയുണ്ട്, കത്തിയുണ്ട്, ഇതൊക്കെ എടുത്തിട്ട് ഇയാളുടെ വിചാരിക്കുമ്പോൾ മാവോയിസ്റ്റാണ്, രാത്രി ഓരോ വീട്ടിലേക്ക് പോവാണ്, അരി മേടിക്കാൻ പോവാണ്, അരിയും കറിയൊക്കെ ഭീഷണിപ്പെടുത്തി മേടിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് ഇയാൾ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറയുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഭയങ്കര തിരക്കിട്ട് ജീപ്പ് എടുത്ത് പാഞ്ഞൊന്ന് അവരുടെ മുന്നിൽ നിൽക്കും. ഇവരെ പേടിച്ചു പോയി. എന്നിട്ട് അവസാനം ഇവരുടെ സഞ്ചി പോയി തപ്പി നോക്കുമ്പോഴാണ് ഇവരത്രയും കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു 3-5-6 പരല്, കല്ലാമുട്ടി, കണ്ണംപൊട്ടി, ആരല്, ഇങ്ങനെ കുറച്ച് അവർക്ക് ചുട്ടു തിന്നാൻ പോലും തികയാണ്ടിരുന്ന അല്ലെങ്കിൽ കുടുംബത്തിന് കൊടുക്കാണ്ടിരുന്ന കുറച്ച് മീനുകൾ എടുത്ത് പോകുന്ന വഴിക്കാണ് പോലീസുകാർ പിടിക്കുന്നത്. അവസാനം പോലീസുകാർ നാണം കെട്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് തിരിച്ചു പോകുന്ന രംഗമാണ് ആ കവിതയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ എല്ലാം സമ്പന്നമായിരുന്ന ഒരു ആദിവാസിയെ നഷ്ടപ്പെടുത്തിയ ഒരു കഥ വരുന്നത്. കാര്യം ആ കഥ എന്തായിരുന്നു? പണ്ട് ആദിവാസികളെല്ലാവരും നന്നായിട്ട് മുടി നീട്ടിയായിരുന്നു, നന്നായിട്ട് മീശ വെച്ച്, നല്ല കളർഫുൾ ഡ്രസ്സ് ധരിച്ചിരുന്നു, അല്ലെങ്കിൽ പാതി വസ്ത്രം ധരിച്ച് നടന്നിരുന്നു. അങ്ങാടികളിൽ മാത്രമായിട്ട് തന്നെ ഓരോ കടകളിലും തുണിക്കടലിൽ ആദിവാസികൾ പ്രത്യേകമായിട്ട് ഇടുന്ന കളർഫുള്ളായ വസ്ത്രങ്ങൾ നിരനിരയായിട്ട് തൂക്കിയിട്ട് നല്ല വളകൾ കിട്ടുമായിരുന്നു, കഴുത്തിലിടാൻ നല്ല മാലകളുണ്ടായിരുന്നു. ആണുകൾ ചെവി കുത്തുമായിരുന്നു, ആണുങ്ങൾ 2 ചെവിയിലും കമ്മലിടണം, കയ്യില് ടാറ്റു അടിക്കണം സ്ത്രീകൾ, പുരുഷന്മാരും ടാറ്റു അടിക്കണം. നല്ല ഭക്ഷണം കഴിച്ചിരുന്നു, ഞണ്ട്, മീന്, കാട്ടു ജീവികളുടെ ഇറച്ചി, നല്ല കുടിവെള്ളം കുടിച്ചിരുന്നു. ഇത്തരത്തിലുള്ള നല്ല നല്ല ഇലകള്, ചപ്പ്, ചെറിയ ചപ്പുകൾ വയലുകളിലും ഇതൊക്കെ കഴിച്ചിരുന്നു. അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുള്ള ആൾക്കാർ, ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ പറയും, എടാ മുടിയം നീട്ടത്, ഇത് ഭയങ്കര ബോറാണ്. എല്ലാവരെയും കളിയാക്കാൻ തുടങ്ങി. കളിയാക്കി എന്തൊക്കെ ഇവരുടെ മുടിയെല്ലാം മുറിച്ച് പുതിയ തരത്തിലുള്ള ഷേപ്പ് മിലിറ്ററി ആക്കി, പിന്നെ പോലീസാക്കി, പട്ടാളമാക്കി, അത്തരത്തിലുള്ള പലതരത്തിലുള്ള മുടി ഷേപ്പൊക്കെ ആക്കി ഞങ്ങളെ മാറ്റി. ചെവിയിൽ നിന്ന് കമ്മൽ അഴിക്കാൻ പറഞ്ഞു, അത് കഴിച്ചു. കഴുത്തിലുള്ള പലതരത്തിലുള്ള കാട്ടുമാലകൾ,
കുരുക്കളുടെ മാലകൾ, കല്ലുമാലകൾ, ഇത്തരത്തിലുള്ള മാലകളൊക്കെ അത് അഴിച്ചു മാറ്റാൻ പറഞ്ഞു. അത് അഴിച്ചു മാറ്റി. കയ്യില് ടാറ്റൊക്കെ കുത്തിയായിരുന്നു. അമ്മമാരും ഞാൻ ആണുങ്ങളും ഒക്കെ ടാറ്റൊക്കെ കുത്തിയായിരുന്നു. ടാറ്റ് കുത്തിയിട്ട് അതും വായിച്ചു വന്നു. കളയാൻ പറഞ്ഞത് ഇവരൊക്കെ അതും വായിച്ചു. അതും വായിച്ചിട്ട് പിന്നെ വസ്ത്രം, നിങ്ങൾ ശരീരം മൊത്തമായിട്ട് മറയ്ക്കുന്ന വസ്ത്രങ്ങളൊക്കെ തരും. ഇങ്ങനെ ധരിച്ചപ്പോൾ നിങ്ങൾ മാറണ്ടേ, പൊതുസമൂഹം നമ്മൾ നടക്കുന്ന പോലെ മാറണ്ടേ എന്നൊക്കെ ഞങ്ങളെ മാറ്റി മാറ്റി ഞങ്ങളെ സ്വന്തമായിരുന്നതെല്ലാം, ഭൂമിയടക്കം സ്വന്തമായിരുന്ന ഭക്ഷണം അടക്കം എല്ലാം ഞങ്ങളെ കൊണ്ട് മാറ്റിച്ചു. അവസാനം മാറ്റി 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 എന്താക്കി, ഞങ്ങളെ മൊത്തം ഊരി വെക്കാൻ പറയുന്നത് എന്താണെന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളെല്ലാം അഴിച്ചു വെച്ചു. ഈ അഴിച്ചു വെച്ചതല്ലേ ഒരു കണ്ണോട്ട് പോയി. അവസാനം ഈ പുരോഗമനം പറയുന്ന അല്ലെങ്കിൽ വലിയ ഇത് പറയുന്ന ആൾക്കാർ എന്താക്കി, അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊക്കെ അവർ ഊരി കളഞ്ഞതൊക്കെ ഞങ്ങളെ ഊരി വെപ്പിച്ച് ഞങ്ങൾ എടുത്ത സാധനം മൊത്തം ഇവർ അണിയാൻ തുടങ്ങി. അല്ലേ? ആദിവാസികളുടെ കഴുത്തിൽ മാലയുണ്ടോ? ആണുങ്ങളുടെ ചെവിയിൽ കമ്മലുണ്ടോ? ടാറ്റു ഉണ്ടോ? അല്ലെങ്കിൽ അവർ പാതി വസ്ത്രം ധരിച്ച് ആ വസ്ത്രമുണ്ടോ? ഇതൊക്കെ എവിടെയാ ഇപ്പോൾ ഓടി നടക്കുന്നത്? ആരാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? അറിയോ? ഏറ്റവും കൂടുതൽ ടാറ്റു ഇട്ടവരിപ്പോ ഫോട്ടോ ഇടുക. ഏറ്റവും കൂടുതൽ മുടി ഇട്ട ആണുങ്ങളിപ്പോ പിന്നെ അതും ഫോട്ടോ ഇടുക. ഫേസ്ബുക്കിലും വാട്സാപ്പിലും സോഷ്യൽ മീഡിയ മൊത്തം പരകല്ലേ. ഞങ്ങളെ പറ്റിച്ചെടുത്തവരൊക്കെ അതാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ അവരെ ഒന്നും കുറ്റം പറയില്ല, കുറ്റം പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന സത്യസന്ധമായ രീതിയിൽ ഉപയോഗിച്ചിരുന്ന പലതരവും ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചെടുത്ത് ഉപയോഗിച്ചവര് അവരിനി ഉപയോഗിക്കട്ടെ. ഒരു മാറ്റം നല്ലതാണ്. കാര്യം എല്ലാവരും ബ്രാഹ്മണിക്കൽ ഇന്ന് പിന്നെ ചോദിച്ചാൽ എനിക്ക് ആരായിട്ട് ജനിക്കണം എന്ന് ചോദിച്ചാൽ ഒരാൾ പറയും എനിക്ക് ഹിന്ദുവായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ വലിയ കോടീശ്വരന്റെ മക്കളായിട്ട് ജനിക്കണം എന്നൊക്കെ പറയും. ഇവരാരും ഒരു സത്യസന്ധമായ അല്ലെങ്കിൽ സ്വന്തമായി ജീവിതം പിന്നെ ബഹുമാനിക്കാൻ പഠിച്ച, മറ്റുള്ളവരെ ജാതീയമായിട്ടോ വർഗീയമായിട്ടോ ഒന്നും പറയാതെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ ജീവിക്കുന്ന, ഒരു സമൂഹത്തിൽ പോറ്റുന്ന ആദിവാസിയായി ജനിക്കാൻ ആരും ഈ ലോകത്ത് ആഗ്രഹിക്കില്ല. അങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോൾ അവരെല്ലാവരും ആദിവാസിയായി ജീവിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവസാനമായി ഒരു കവിത ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ സംസാരം നിർത്താം. കാര്യം എനിക്കും ദശമുണ്ട്, നിങ്ങൾക്കും ദശമുണ്ട്. അപ്പൻ്റെ താരാട്ട്. മഞ്ഞുകൾ മാഞ്ഞു തുടങ്ങിയ നേരം അവളുടെ കണ്ണുകളിലേക്ക് മരങ്ങൾ പ്രകാശിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മുലഞ്ഞെട്ടുകൾ രണ്ടും എൻ്റെ അനിയത്തി കുഞ്ഞിൻ്റെ ചുണ്ടത്ത് താളമിടുകയായിരുന്നു. താരാട്ട് പാടുന്ന നെഞ്ചകച്ചൂടിൽ പൊട്ടിമുളക്കുന്ന പൂത്തുമ്പികൾ കുഞ്ഞിനു ചുറ്റും കാറ്റുകൾ പെറ്റ കഥകൾ വിളമ്പുന്ന പൂമരങ്ങൾ നട്ടപ്പോൾ കാണുവാനോടിയ കൂട്ടുകാരെല്ലാവരും ചേർന്ന് ചെവി തൊട്ട് മൂക്കും തൊട്ട് ചിരി തൊട്ട് കയ്യും തൊട്ട് കാൽ തൊട്ട് കവിളും തൊട്ടൊരു ഉമ്മ കൊടുത്തപ്പോഴതാ ഒരു പക്ഷിയുടെ നീഴൽ താരാട്ട്, കുഞ്ഞിൻ്റെ കൺതാരാട്ട്. ഒരു മിന്നൽ, ഒരു മഴത്തുള്ളി, മണൽപ്പൂക്കൾ, നല്ല മണങ്ങൾ. ഇരുൾ വീട്ടിലേക്ക് എത്തുവാനായി കൊതിയോടെ കൂവുന്ന കാട്ടുകോഴികളുടെ കൂവലുകളെല്ലാം കറുത്ത ഇലകളായി മാറുമ്പോൾ ദൂരെ ദൂരെ മരക്കൊമ്പത്തിരുന്ന് ഫോൺ വിളിക്കുന്ന നത്തിന്റെ ഒച്ചകൾ കേട്ട് പേടിച്ച് കുട്ടികളെല്ലാവരും അമ്മയുടെ ചുറ്റും പതിഞ്ഞിരുന്നു. മുറ്റത്ത് നിന്നും ഒരു ഒച്ച. വാതിൽ തുറന്നപ്പോൾ അപ്പന്റെ ചിരി. തോളത്ത് തൂക്കിയ ഒറ്റ. ഇടത്തെ കയ്യിൽ ഞണ്ടും മീനും, വലത്തെ കയ്യിൽ കത്തി. ചാമ, നമ്മുടെ കുഞ്ഞുറങ്ങിയോ? അപ്പ, ഇല്ല ഇല്ല, പേടി പേടി, നത്ത് നത്ത്. അപ്പന്റെ നാവുകൾ അവനെ ചേർത്തു. തോളത്ത് തൂക്കിയ കെട്ടിൽ നിന്നും മീൻ ചുട്ടതും ഞണ്ട് ചുട്ടതും ചാമനും. മധുരിക്കുന്ന കറുത്ത റാവുളത്തിക്കരികിൽ ഇരുന്നിട്ടപ്പൻ നത്തിനെ ഓടിക്കാൻ ഒരു പാട്ടുപാടി തുടങ്ങുമ്പോഴതാ കൈകുഞ്ഞ് ചിരി തുടങ്ങി. അപ്പന്റെ താരാട്ട്. നാളെ പേറുക്കാമമ്പിളിയെ നാക്കിൽ വിളമ്പാഞ്ഞാവലിനെ നാലുപുഴ പോലെ മുടി വരുമ്പോൾ ആ സൂര്യനെ എന്ന് ചൂടിത്തരാ.
വെറ്റില തുമ്പത്ത് കുയിലുരുന്ന് കോവി വരയ്ക്കുന്നു വാളപൂരികം ചുണ്ടത്തെ കടലിൽ മീട്ടിളക്കം നാളെ ഉറങ്ങി ചിരിക്കരുതേ. വാർമഴവില്ലിൽ മാങ്ങ പഴുക്കുമ്പോൾ മൈനകൾ പച്ചരി ചേറാൻ വരും കഞ്ഞിക്കറി കറി കുമ്പളക്കാച്ചില് വേവും മനമായി വരും. ഇക്കിളിക്കാറ്റുകൾ അപ്പന്റെ തോളത്ത് 5-8 മാസം തുള്ളി വരും. തുമ്പയും ചോറും കറി കാന്താരി കഞ്ഞിയും തുമ്പികൾ കെട്ടിയ ഊഞ്ഞൽ തരും. പൂമ്പാറ്റ കുറുനാരി ആനമുയലുകൾ മുത്തിയ കണ്ണില് കൂടുകെട്ടും. ഉയ്യോ, മേഘവനങ്ങൾ മാനിണക്കി മയിലെ പോലെ പൂണക്കി കുഞ്ഞുടുപ്പും പച്ചയാക്കി തുന്നി തരും ഒരു കൊത്തു തത്ത. നത്ത് പേടിയില്ല. ഉയ്യോ. അപ്പൊ എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഇവിടേക്ക് വരാൻ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട മാഷിനും ഈ കോളേജിനും എല്ലാവർക്കും എൻ്റെ നന്ദി, സന്തോഷം.